മിനിസ്റ്റർ, രണ്ടാഴ്ചയായി. ഇന്ന് ശ്രദ്ധയിൽ വന്ന ഏതെങ്കിലും ഒരു പുതിയ പ്രശ്നമുണ്ടോ, പുതിയ തീരുമാനങ്ങൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ അവസാനമായി? അല്ല, ഞാൻ പറഞ്ഞത് ഓരോ നേരത്തും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ DNA ടെസ്റ്റ് അത് വേഗതയിലാക്കുകയാണ്. അത് സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യക്ഷമതയ്ക്ക് കുറവുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വേഗതയിൽ കിട്ടാനുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രോസസ്സുകൾ ലഭ്യമാകും. രക്തസാമ്പിളുകൾ ഇനി പലതവണ വിളിച്ചിട്ടും കിട്ടാത്ത ചില അപൂർവമായിട്ട് 5-10 ആളുകളുണ്ട്. അവരെ കൂടി നാളെ വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള രക്തസാമ്പിളുകൾ കിട്ടാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ട്. ഓരോ മിനിറ്റിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അനുസമയം പരിഹരിക്കാവുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ഇപ്പോൾ നേരത്തെ ശരത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടും ശശിയേട്ടൻ പറഞ്ഞതുകൊണ്ടും ഞാൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം, പലപ്പോഴും ഇത് കിട്ടുമോ, നഷ്ടപ്പെട്ടു പോയ രേഖകൾ ലഭ്യമാകുമോ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. 878 ബെനിഫിഷ്യറീസിനായി 1162 രേഖകൾ ഈ 14ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ പ്രത്യേകമായി പരിശോധിച്ച് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു. അത് ഞങ്ങൾ തയ്യാറാക്കി. ഇപ്പോൾ നാം കേന്ദ്രീകരിക്കുന്നത് പൊതുവായിട്ടുള്ള അന്വേഷണത്തിലേക്കും താൽക്കാലിക പുനരധിവാസത്തിലേക്കുമാണ്. നേരത്തെ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഈ പ്രയാസഘട്ടത്തിലെല്ലാം ഉള്ളൊരു ചെറുതെങ്കിലും ഒരു സന്തോഷം പറഞ്ഞോട്ടെ. കർണാടക സംസ്ഥാനത്തിലെ കോലാർ ഡിസ്ട്രിക്ട് കളക്ടർ ഇന്ന് നമ്മുടെ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ എത്തിച്ചു കൊടുത്തു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ലഭ്യമായിട്ടുള്ള സംഘം കോലാറിൽ നിന്ന് എന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ CMDRFിലേക്ക് 1 കോടി രൂപ ആ ജില്ലയിൽ നിന്ന് അവരെ സമാഹരിച്ചെത്തിച്ചു എന്ന ഒരു സന്തോഷകാര്യം കൂടി കൈരളിയിലൂടെ പറയട്ടെ. കോലാറിലെ ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നന്ദിയും പ്രത്യേകമായി പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്.